അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു പിസൻ്റെ സോസാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടത് 4 വലിയ ഉള്ളി, 4 വലുതാണ് കേട്ടോ. പിന്നെ ഞാനൊരു 9 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. 1 കിലോനാണ് തക്കാളി. ഇനി ചെറുതാണെങ്കിൽ ഒരു 10 വരെ എടുക്കാം. അപ്പോൾ ഞാനതൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് ബോയിൽ ചെയ്താലേ അതിൻ്റെ സ്കിന്ന് നമുക്ക് വേറിട്ട് പോരുള്ളൂ. ഞാനിപ്പോൾ ഇത് കുറേ മുന്നേ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പിസ്സ ഉണ്ടാക്കുമ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ ഈ വലിയ ഉള്ളിയെ ഞാൻ ചെറിയതായിട്ട് നല്ല ചോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കുഞ്ഞേതായിട്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, അതും നല്ല കുനുകുനേന അരിഞ്ഞതാണ്. പിന്നെ ഞാനിതിലേക്ക് യൂസ് ചെയ്യണത് ഒലിവ് ഓയിലാണ്. അപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാന് ചൂടായിട്ട് ഒലിവ് ഓയിലാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചതിൻ്റെ ശേഷം ഞാൻ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ അതൊരു 6-7 ഒക്കെ എടുക്കാം നമുക്ക്. ഇത് ചെറിയ ഉള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി. അപ്പോൾ അത് കുനുകുനേന അരിഞ്ഞതാണ്. അപ്പോൾ അത് ചെറുതായി കട്ട് ചെയ്തത് നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോഴതിൻ്റെ സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് ഈ 4 ഉള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റണം. എന്ന് വെച്ചാൽ ഉള്ളി നല്ലോണം വഴന്ന് വരണം. ഉള്ളി നമുക്ക് എത്രത്തോളം ചെറുതാക്കാൻ കഴിയും അത്ര നമുക്ക് ചെറുതാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് വീഡിയോ നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. നമുക്ക് കടയിൽ നിന്ന് വാങ്ങണതിലേറെ ടേസ്റ്റാണ് നമുക്കിങ്ങനെ നമ്മളെ വീട്ടിൽ സോസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ. ഇത് ഞാൻ വലിയ ഉള്ളി വെച്ചിട്ട് ഉണ്ടാക്കുന്ന സോസാണ്. വെറും തക്കാളി മാത്രം വെച്ചിട്ട് നമുക്ക് സോസ് ഉണ്ടാക്കാം. അതും നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ ഒന്നും കൂടി കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ളി വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ നമുക്കൊരു 5 പീസൊക്കെ ഉള്ള സോസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഉള്ളി നന്നായി വഴറ്റുന്നുണ്ട്. അത് നല്ല വഴന്ന് വരണം. അപ്പോഴേ നമുക്കിതിലേക്ക് മസാലകളും പിന്നെ ഞാൻ ഈ തക്കാളി ഒന്ന് സ്കിന്ന് കളഞ്ഞിട്ടൊന്ന് പിന്നെ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഉള്ളി നമുക്ക് നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും ചെറുതായി കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ തക്കാളി മിക്സിയിലേക്ക് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. വെള്ളം കൂട്ടാതെ അരച്ചെടുക്കണം, ഒട്ടും വെള്ളം ചേർക്കരുത്. എന്നിട്ട് ഞാൻ ഉള്ളി നന്നായി വഴന്ന് വന്നതിൻ്റെ ശേഷം അതിലേക്ക് ഈ തക്കാളിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. നമുക്ക് പുളിയില്ലാത്ത തക്കാളിയാണ് ഏറ്റവും നല്ലത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ചിലപ്പോഴേ ആ തക്കാളി കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ കുറച്ച് പുളിയുള്ള തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. പുളിയില്ലാത്ത തക്കാളിയാണ് നമ്മൾ പിസയ്ക്കൊക്കെ സോസ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ഇനി നല്ലോണം അതൊന്ന് കുറുകി വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. ഷുഗർ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലോണം തക്കാളി ഇതിൻ്റെ തക്കാളിൻ്റെ വെള്ളമായ നല്ലോണം വറ്റി വരണം കേട്ടോ. അതുവരെ നമുക്കിത് വഴറ്റിയെടുക്കണം. അതിൻ്റെ ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഇടുന്നത് ഒറിഗാനോ പാർസലാണ്. അപ്പോൾ അത് ഒറിഗാനോ 1.5 ടീസ്പൂണും പാർസൽ 1 ടീസ്പൂണുമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. അതും ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കൂടി ഇട്ടിട്ട് നല്ലോണം വഴന്ന് വന്നതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ ഗ്യാസ് സ്റ്റവ് ഓഫ് ആക്കണത്. നമുക്കിത് ഒരു 3 മാസം വരെ നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് ഇത് സേവ് ചെയ്ത് വെക്കാം. കാരണം അതുവരെ ഇതിനൊരു കേടും വരില്ല കേട്ടോ. അതുവരെ നമുക്കിത് എടുത്ത് വെക്കാം. ഇതൊരു 5 പീസൊക്കെ ഉള്ള സോസാണ്. ഞാൻ ലാസ്റ്റാണ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാനതൊരു ചുറ്റുപാത്രത്തിലാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. ഞാൻ ഇനി പിസ്സൻ്റെ വീഡിയോ ഇട്ട് നിങ്ങൾക്ക് കാണാം നെക്സ്റ്റ് വീഡിയോ.